ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഇവിടെ കുറച്ച് അതിഥികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്റെ സിസ്റ്ററും ബ്രദറും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ നൈറ്റ് എത്തി. പക്ഷെ അപ്പൊ ഞാനൊന്നും എടുത്തില്ല കേട്ടോ, ഷോർട്ട് പോലെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്നൊരു വ്ലോഗ് എടുക്കാന്ന് വെച്ചു. അവരിന്ന് ഇവിടെ ഫുൾ ഡേ ഉണ്ടാവും. അല്ല, ഇന്നല്ല, ഇനി കുറച്ച് ദിവസം ഫുൾ ഉണ്ടാവും ഇവിടെ. സോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇന്ന് പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള, നല്ല മഴയില്ല, മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പുറത്തേക്ക് പോകാനുള്ള വലിയ പ്ലാനുകളൊന്നും ഇല്ല. സോ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്ലോഗാണ്. സോ ഞങ്ങളിപ്പോ ഇന്നലെ ഇവിടെ ഒരു 4:30 ഒക്കെ ആയി കേട്ടോ എത്തുമ്പോ, മോർണിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഇപ്പൊ ലേറ്റ് ആയി. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ കാണാം. ഇതാ ഇവിടെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുകയാണ്. മസാല ദോശയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആയി, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല, നേരെ ഓർഡർ ചെയ്യാണ് ചെയ്തത്. ഹേ ഗാൾ, സ്വന്ന കുറച്ച് നാണക്കാരനാണ്, വല്ലാതെ അങ്ങോട്ട് സംസാരിക്കില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് ആവും കേട്ടോ. കുറച്ച് ടൈം എടുക്കും അല്ലേ? പുള്ളിക്കാരൻ പെട്ടെന്ന് കഴിച്ചിട്ട് ടിവിന്റെ മുമ്പിലേക്ക് പോവാനുള്ള പരിപാടിയിലാണ്. എങ്ങനെയുണ്ട് മസാല ദോശ? സൂപ്പർ സൂപ്പർ. ഞാനിനി കഴിക്കട്ടെ കേട്ടോ. നല്ല ഗീ റോസ്റ്റ് വിത്ത് സാമ്പാർ ആൻഡ് ചട്നി. ഞാൻ ഗീ റോസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. ഇവരൊക്കെ മസാല ദോശയാണ് പറഞ്ഞത്. എങ്ങനെയുണ്ട് മസാല ദോശ? നല്ലതാ. ഞങ്ങള് ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഞങ്ങള് ചായക്ക് ഇട്ട് കൊടുത്തപ്പോ വരുമ്പോ മധുരം ഇല്ലാന്ന്. നമ്മള് കുറച്ച് മധുരമായിട്ടാണല്ലോ ചായ ഉണ്ടാക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കിയപ്പോ എക്സ്ട്രാ പഞ്ചസാര ഇട്ടാണ്. നിങ്ങളതിന് ഷുഗർ കട്ടല്ലേ? ഒരാളിവിടെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ഷോട്ട് എടുത്തു ഞങ്ങൾ സംസാരിക്കുന്നത്. അതിന് അവളെ ഭംഗിയില്ല എന്നും പറഞ്ഞ് വീണ്ടും അവള് മേക്കപ്പ് ഇട്ടിട്ട് എന്നെ കൊണ്ട് വീണ്ടും എടുപ്പിക്കുകയാണ് കേട്ടോ. വാവ് എടി, നിന്റെ ഹെയർ കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ ഫോട്ടോയില് കണ്ടപ്പോ എനിക്ക് വേറൊരു കളർ പോലെ തോന്നി. പക്ഷെ ഈ കളർ എനിക്ക് ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത് ഈ കളർ അല്ലായിരുന്നോ? ഇതൊരു ഗോൾഡൻ ഷെയ്ഡാണ്. നൈസ് ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ചെയ്ത ഈ ഒരു കളറാന്ന് തോന്നുന്നു. കുറച്ചൊരു ബ്ലോണ്ട് പോലെ ഇരിക്കുന്നതായിരുന്നു, ഗോൾഡൻ ടച്ച് വരുന്നതായിരുന്നു. പിന്നെ ഞാൻ ഒരു വട്ടം ഇവിടെ വന്ന് ചെയ്തു, അത് നല്ല ഫ്ലോപ്പായി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് പരീക്ഷണങ്ങളൊന്നും നടത്താതെ. ഉണ്ടടി, വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിനെ വല്ലാതെ നോക്കിയിട്ടില്ല. മതി, ഓക്കെ, നോക്കട്ടെ. കുറച്ച് ഇങ്ങോട്ട് നിന്നേ, അവിടെ വെട്ടില്ല. വാവ്, വലിയ രസമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു 5 ലിപ്സ്റ്റിക്കും കൊണ്ടാണ് അവള് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓറഞ്ച് ഷെയ്ഡ്. അത് വേണമെങ്കിൽ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം. എല്ലാം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്താ എനിക്ക് വാങ്ങിക്കാൻ? നെക്സ്റ്റ് ടൈം വാങ്ങിക്കാം. ഇത് കുറച്ചൊന്നും ഞാൻ എടുക്കുവേ. എനിക്ക് ഓൾറെഡി വേറൊരു ഫംഗ്ഷൻ ബാക്കി. ഞാൻ ലിപ് ഗ്ലോസ് നോക്കട്ടെ. അപ്പൊ ഇതാണ് എന്റെ സിസ്റ്റർ. പേര് പറയുന്നില്ല, ഞങ്ങള് തത്താന്നാണ് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ പറയാനാണ് എളുപ്പം. സോ ഇവര് ഇന്നലെ എത്തി കേട്ടോ. ഇന്നലെ നൈറ്റ് ഇവര് എത്തി. എന്റെ അനിയനും കൂടെ വന്നിട്ടുണ്ട്.
അവര് കുറച്ച് ഒരു 2 months ഉണ്ടാവും കേട്ടോ ഇവിടെ. ഇവള് ആക്ച്വലി ഇവിടെ റെസിഡന്റ് വിസയിലാക്കി കൺവേർട്ട് ചെയ്യും. ഇവള് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ്. ഇവള് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് കേട്ടോ ഇവിടെ. ഐ മീൻ ജോബിന് കയറിയിട്ടില്ല, ജോബിന് കയറുള്ളൂ. എന്താണ് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കുന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളെ വല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിലോ? ഓക്കെ, നമ്മളൊരാളെ അയച്ചാല് തൊട്ടാ മതി. ഓ, അത് ഞാൻ അയച്ചു. അത് ഗോൾഡ് ആണ് ചെക്ക. ഇപ്പൊ അടുത്ത് വന്ന അയ്യോ, എന്റെ ലിപ്സ്റ്റിക് എല്ലാം പോയി കേട്ടോ. ഈ നടുക്കിരിക്കുന്ന കൊച്ചു ഞങ്ങളുടെ ഫേസുമായിട്ട് ഫേസ് കട്ട് ഉണ്ടോ? ഉണ്ടോ? വരും ഇപ്പൊ. ഫാൻസ് കം ഓൺ ഹിയർ. ഇതിടല്ലേ കുറവാ. അതൊക്കെ വേണ്ട പറയാത്ത സാധനങ്ങളൊക്കെ വരിക. പറയാൻ അറിയില്ല. സൊന്ന ഭയങ്കര ഫുട്ബോൾ പ്ലെയർ ആണ് കേട്ടോ. ഗെയിമറും കൂടെ. ഗെയിമർ. ഏത് ഗെയിം കളിക്കുന്നേ? ഫ്രീ ഫയറോ? ഫ്രീ ഫയർ അല്ലേ? ഫ്രീ ഫയർ. പുതിയ സ്കിന്നൊക്കെ വാങ്ങുന്നുണ്ട്. എല്ലാരും ഫോണിലിരുന്ന് എന്തൊക്കെയോ ചെയ്യാണ്. ആ പാട്ട് എവിടുന്ന വരുന്നേ വെച്ചാൽ ഒന്ന് ഓഫ് ചെയ്താൽ കുറച്ച് ഉപകാരമായിരുന്നു. ഫോണിൽ ഇരുന്നുള്ള കളിയാണ് എല്ലാരും. 2 വലിയ കുട്ടികൾ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളിവിടെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വേറെന്താ ഉള്ളേ? ഫേസ്ബുക്ക്. ഞാൻ പാവം ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കും. വല്ലതും കഴിക്കണ്ടേ? ആർക്കും വിശക്കുന്നില്ല? ഓക്കെ, ആർക്കും വിശക്കുന്നില്ല. ഉണ്ടോ? എന്നാ വാ, നമുക്ക് വല്ലതും. കൊണ്ടുവന്ന ചില ഐറ്റംസിൽ ചിലതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാനുണ്ടായിരുന്നു, ചിലതൊക്കെ പാക്ക് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, ചിലതൊക്കെ ഉണക്കിയെടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ പരിപാടിയിലാണ്. അമ്മ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫോണില്. വെയിലത്ത് വെച്ച് ഉണക്കി വെക്കാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ എടുത്തിടാൻ പറഞ്ഞു. ഇവിടെ മഴയായതുകൊണ്ട് വെയിലിപ്പോ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും പിന്നീടേക്ക് വെച്ചാൽ ഞാൻ അത് മറക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം അങ്ങ് കൈയോടെ ചെയ്തു കേട്ടോ. പിന്നെ ലഞ്ചിനുള്ള പരിപാടികൾക്ക് നോക്കണം. ആക്ച്വലി ഒന്നും കുക്ക് ചെയ്യാനൊന്നുമില്ല, എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ പിന്നെ ആർക്കും വിശക്കാത്തത് കൊണ്ട് എല്ലാരും ഇങ്ങനെ ഇരുന്ന് TV കാണലും ഫോണിൽ കളിയൊക്കെ ആയതുകൊണ്ട് ആരും അതിനുള്ള ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് നേരം ഞങ്ങളിരുന്ന് സംസാരിച്ചു കേട്ടോ. കുറെ നാളെല്ലാം കണ്ടിട്ട്. അപ്പൊ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനുണ്ടായിരുന്നു. ചുമ്മാ അങ്ങനെ കാര്യമുള്ള കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അബ്ജും സോനും പിന്നെ ഗെയിമില് മുഴുകിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനും തത്തയും കൂടെ കുറെ സംസാരിച്ചു, കുറെ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് എന്താണ് വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അവർക്ക് പുറത്തു പോകാനൊക്കെ പ്ലാൻ ഉണ്ട്. അതൊക്കെ സംസാരിച്ച് റെഡിയാക്കി വെക്കുകയായിരുന്നു. പിന്നെ ലഞ്ചിന്റെ കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. എഴുന്നേക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി കഴിച്ചതുകൊണ്ട് ഒട്ടും വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് പയ്യെ വിശക്കാൻ തുടങ്ങി എന്നെല്ലാരും പറയാൻ തുടങ്ങിയത്. അപ്പോഴാണ് കേട്ടോ ശരിക്കും ഞങ്ങള് പോയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കാൻ തുടങ്ങിയത്. പിന്നെ അവളുടെ വെഡിങ് ആൽബം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കലായിരുന്നു കേട്ടോ പിന്നീടത്തെ മെയിൻ പരിപാടി. ഞങ്ങള് നാട്ടിലുണ്ടായിരുന്നപ്പം അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഡൈനിങ് ടേബിളിലൊന്നും ഇരിക്കുന്ന പതിവ് ഞങ്ങൾക്ക് പണ്ടേ ഇല്ല. ടിവിയുടെ മുമ്പിൽ തന്നെയാണ് എപ്പോഴും. ഇന്ന് സാധാരണ ഞങ്ങള് 10 മിനിറ്റ് എടുക്കാറേ ഉള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഒരു 1/2-3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. പയ്യെ സംസാരിച്ച് മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ബീഫൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് വീട്ടിലെ ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്നത്. ഞാൻ അത് അവളുടെ അടുത്ത് പറയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി കേട്ടോ. ഈവനിങ് ഞങ്ങൾ പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ദുബായ് മോളിലേക്കാണ് പോകുന്നത് അവരുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ വ്ളോഗ് ഞാൻ വേറെ ഒരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടാറ്റാ, ബൈ ബൈ.